CUET അഥവാ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിനെ കുറിച്ചാണ്. UG പ്രോഗ്രാമുകൾക്കുള്ള CUET വിളിച്ചിട്ടുണ്ട്. March 22 ആണ് ലാസ്റ്റ് ഡേറ്റ്, അത് എല്ലാവർക്കും അറിയാം. ഒരുപാട് കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്, പ്രത്യേകിച്ച് ടെസ്റ്റ് പേപ്പറുകളുടെ കോമ്പിനേഷനെ കുറിച്ച്, യൂണിവേഴ്സിറ്റികളുടെ ഒരു പ്രിഫറൻസിനെ കുറിച്ച്, അതുപോലെ തന്നെ എൻട്രൻസ് എക്സാമിനേഷന്റെ രീതികളെ കുറിച്ചും അതിനുശേഷമുള്ള പ്രൊസീജിയേഴ്സിനെ കുറിച്ചൊക്കെയാണ് സംശയങ്ങളും കൺഫ്യൂഷനും. ആദ്യം തന്നെ പറയട്ടെ, ഈ ഒരു പ്രാവശ്യം മുൻ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി അലോട്ട്മെന്റ് അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ കോളേജ് യൂണിവേഴ്സിറ്റി പ്രിഫറൻസ് കൊടുക്കേണ്ടതില്ല. അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല, അതിന്റെ ആവശ്യമില്ല. സത്യത്തിൽ അത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ അത് അനാവശ്യമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം നിങ്ങൾ എന്തായാലും CUETയുടെ അടിസ്ഥാനത്തിൽ, CUET പരീക്ഷ എഴുതി വരുന്ന സ്കോറിന്റെ അടിസ്ഥാനത്തിൽ അലോട്ട്മെന്റ് പ്രോസസ്സ് യൂണിവേഴ്സിറ്റികൾ വേറെ തന്നെ നടത്തും. അതിൽ നിങ്ങൾ വേറെ തന്നെ പങ്കെടുക്കണം എന്നതുകൊണ്ട് നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു കോളേജ് പ്രിഫറൻസും യൂണിവേഴ്സിറ്റി പ്രിഫറൻസും കൊടുക്കുന്നതിൽ ഒരു കാര്യമില്ല. അതുകൊണ്ട് അത് ഒഴിവാക്കിയതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു ക്വാളിഫയിങ് എക്സാമിനേഷൻ മാത്രമാണ്. ഈ ടെസ്റ്റിൽ കിട്ടുന്ന മാർക്കിനെ പിന്നീട് നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങളുടെ സൈറ്റിലെ അഡ്മിഷൻ പ്രോസസ്സിൽ, അലോട്ട്മെന്റ് പ്രോസസ്സിൽ ആഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് അവിടെ ഉണ്ടാക്കുന്ന പ്രത്യേക റാങ്കിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ കുട്ടികൾ അപ്ലൈ ചെയ്ത കുട്ടികളുടെ മാർക്ക് പരിഗണിച്ചുകൊണ്ടുള്ള റാങ്ക് ഉണ്ടാക്കുമല്ലോ. ആ റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അലോട്ട്മെന്റ് പ്രോസസ്സുകളും അഡ്മിഷൻ പ്രോസസ്സുകളും നടക്കുന്നത് എന്നതുകൊണ്ട് സത്യത്തിൽ ഈ ഓർഡർ ഓഫ് പ്രിഫറൻസ്, അതുപോലെ തന്നെ ലിസ്റ്റ് ഓഫ് യൂണിവേഴ്സിറ്റീസ് അപ്രസക്തമാണ്. അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്വാളിഫയിങ് എക്സാം ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് കഴിഞ്ഞാൽ ഓരോ യൂണിവേഴ്സിറ്റിയിലും സെപ്പറേറ്റ് വിളിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം സൂക്ഷ്മമായി. എപ്പോഴാണ് എങ്ങനെയാണെന്നുള്ളത് പെട്ടെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല, നോട്ടിഫിക്കേഷൻ വരില്ല. ഓരോ യൂണിവേഴ്സിറ്റി നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ സൈറ്റിൽ കയറി ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനി ശ്രദ്ധിക്കേണ്ടത്, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ 47 എണ്ണം ഉണ്ട്. ഈ 47 എല്ലാത്തിലും നിങ്ങളോട് ഞാൻ അഡ്മിഷൻ കൊടുക്കാൻ ഞാൻ പറയില്ല. ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നോക്കി സെലക്ട് ചെയ്യാം. ആ കൂട്ടത്തിൽ ഏറ്റവും മികച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഡൽഹി യൂണിവേഴ്സിറ്റിയാണ്. ഡൽഹി യൂണിവേഴ്സിറ്റി ഒരു പ്രത്യേകത എന്താ? ഡൽഹി യൂണിവേഴ്സിറ്റി ക്യാമ്പസ് സെപ്പറേറ്റ് എക്സ്ക്ലൂസീവ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് അല്ല, മറിച്ച് സദേൺ ക്യാമ്പസിലും നോർത്തേൺ ക്യാമ്പസിലുള്ള പരന്നു കിടക്കുന്ന ഒരുപാട് കോളേജുകളിലാണ് അഡ്മിഷൻ നടക്കുന്നത്. അത് പിന്നീട് ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കോളേജ് പ്രിഫറൻസ് റാങ്ക് വന്നു കഴിഞ്ഞാൽ കോളേജ് പ്രിഫറൻസ് നമ്മൾ പിന്നെ കൊടുക്കണം, നമ്മളുടെ താല്പര്യത്തിനനുസരിച്ച്. ഇക്കണോമിക്സ് ആയാലും ഹിസ്റ്ററി ആയാലും പൊളിറ്റിക്കൽ സയൻസ് ആയാലും അതുപോലെ തന്നെ സയൻസ് സബ്ജക്റ്റുകളായാലും എന്തിനും അത് നമ്മൾ പ്രിഫറൻസ് പിന്നീട് കൊടുക്കണം. ഡൽഹി യൂണിവേഴ്സിറ്റി കാര്യത്തിൽ മാത്രമേ വ്യത്യസ്ത അഫിലിയേറ്റഡ് കോളേജുകൾ ഉള്ളത്, ബാക്കിയെല്ലാം യൂണിവേഴ്സിറ്റി ക്യാമ്പസ് തന്നെയാണ്. ഡൽഹി യൂണിവേഴ്സിറ്റി ഈ പ്രാവശ്യം ഇറക്കിയിരിക്കുന്ന പ്രോസ്പെക്ടസിൽ വളരെ കൃത്യമായിട്ട് ഓരോ സബ്ജക്റ്റിലുമുള്ള, ഓരോ വിഷയത്തിലുള്ള കോളേജുകൾ പ്രത്യേകം ലിസ്റ്റാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇക്കണോമിക്സിൽ 40ഓളം കോളേജുകളുണ്ട്. ഈ എല്ലാ കോളേജുകളും നല്ലതാവണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ലിസ്റ്റിൽ നിന്ന് ഏറ്റവും മികച്ചതിന്റെ ഒരു ഓർഡർ ഓഫ് പ്രിഫറൻസ് നമ്മൾ ഉണ്ടാക്കണം. ഒന്ന് നോക്കി നിങ്ങൾ ഇത് കണ്ടോ, BA ഇക്കണോമിക്സ് ഹോണേഴ്സിന്റെ കോളേജുകൾ ആര്യഭട്ട ആൽഫബറ്റിക് ഓർഡറിൽ ആര്യഭട്ട കോളേജ് തുടങ്ങി, ആത്മാറാം തുടങ്ങി, കോളേജ് ഓഫ് വൊക്കേഷണൽ സ്റ്റഡീസ്, ദേശബന്ധു, ദയാൽ സിംഗ് കോളേജ്, ഇങ്ങനെ അടക്കം ഹിന്ദു അടക്കമുള്ള ശ്രീറാം കോളേജ് അടക്കമുള്ള കോളേജുകൾ 40 കോളേജുകളുടെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, സ്റ്റീഫൻസ് അടക്കം. ഇതിൽ നമ്മളൊരു പ്രിഫറൻസ് അനുസരിച്ച് കോളേജുകളുടെ ലിസ്റ്റ് പിന്നീട് ഉണ്ടാക്കിയിട്ട് കട്ട് ഓഫ് വരുന്നതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഡൽഹിയുടെ കാര്യത്തിൽ ഇതാണ് ശ്രദ്ധിക്കേണ്ടത് എങ്കിൽ മറ്റു യൂണിവേഴ്സിറ്റികളുടെ കാര്യത്തിൽ ഡൽഹി മാറ്റി നിർത്തിയാൽ ജാമിയ മില്ലിയ വരുന്നുണ്ട്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഇഫ്ലു, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ ജാമിയ മില്ലിയയും എല്ലാ കോഴ്സും ഈ CUET വഴി എല്ലാം നടത്തുന്നത്, മറിച്ച് അവർ തന്നെ നടത്തുന്ന പ്രത്യേക എൻട്രൻസ് എക്സാമിന്റെ അടിസ്ഥാനത്തിലാണ് ഒട്ടുമിക്ക കോഴ്സുകളും. കാരണം അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൽ ആകെ 15 17 മാക്സിമം 23 കോഴ്സുകളെ 2 യൂണിവേഴ്സിറ്റികളിലും കൂടിയായിട്ട് വരുന്നുള്ളൂ. അതിൽ നമുക്ക് പ്രിഫറൻസ് ഉള്ള കോഴ്സുകൾ എടുത്ത് CUETയിൽ പിന്നീട് നമ്മൾ CUETയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അലിഗഡിന്റെ സൈറ്റിൽ കയറി അപ്ലൈ ചെയ്ത് പിന്നീട് കൊടുക്കേണ്ടതാണ്. ആ പ്രോസസ്സ് നിങ്ങൾ വേറെ തന്നെ ചെയ്യണം. ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് അലിഗഡിന്റെ വേറെ തന്നെ കോഴ്സുകളും മറ്റു കോഴ്സുകളുടെ എൻട്രൻസ് എക്സാമും അപ്പിയർ ചെയ്യാം. ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ 47 ഞാൻ നേരത്തെ പറഞ്ഞു, ഡൽഹി, ജാമിയ മില്ലിയ, അലിഗഡ്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഇഫ്ലു, പോണ്ടിച്ചേരി, ഈ 7 യൂണിവേഴ്സിറ്റികൾ
ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളായിട്ട് പരിഗണിക്കുക. അതല്ലാത്ത യൂണിവേഴ്സിറ്റികളുണ്ട്, അത് ഓർഡർ ഓഫ് പ്രിഫറൻസിൽ പിന്നീട് നിങ്ങൾ വരികയാണെങ്കിൽ നമുക്കൊരു ലിസ്റ്റ് ഉണ്ടാക്കാവുന്നതാണ്. മറ്റൊന്ന് ഡീംഡ് യൂണിവേഴ്സിറ്റികളും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും ഉണ്ട്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് വരുന്നുണ്ട്. ഫുട്വെയർ ഡെവലപ്മെന്റ് ആൻഡ് ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ കൊടുക്കുന്ന സെന്റർ. അപ്പൊ അതിൽ ഫുട്വെയർ ഡെവലപ്മെന്റ് ആൻഡ് ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് CUT വഴിയാണ് സെലക്ട് ചെയ്യുന്നത്. അങ്ങനത്തെ മികച്ച നാഷണൽ ലെവലിൽ തന്നെ മികച്ച സ്ഥാപനങ്ങളുണ്ട്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുടെ കൂട്ടത്തിൽ നമ്മൾ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ലൗലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി വരുന്നു, അമിറ്റി വരുന്നു. അമിറ്റിയുടെ തന്നെ ഒരുപാട് സെന്റേഴ്സ് ഉണ്ട്. ദെൻ ഗാൽഗോത്തിയ യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്. ദെൻ അമിറ്റിയുടെ സെന്ററുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അമിറ്റിയുടെ ഏത് സെന്റർ, ഗ്രേറ്റർ നോയിഡ ഉണ്ട്, നോയിഡ സെന്ററും ഉണ്ട്. അപ്പൊ അത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് അത് നോക്കിയിട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അദാനി ഗ്രൂപ്പിന്റെ കീഴിലുള്ള അദാനി യൂണിവേഴ്സിറ്റി പ്രധാനമായിട്ട് എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ പ്രോഗ്രാമുകളാണ് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് എനർജി ആയിട്ട് ബന്ധപ്പെട്ട് അറിയാലോ, അദാനി ഗ്രൂപ്പിന്റെ ഒരു ഏരിയ തന്നെ എനർജിയാണ്. ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി നമ്മളൊരു പ്രിഫറൻസ് ലിസ്റ്റ് ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് അതിന് വേണ്ട ഹെൽപ്പ് എന്താണോ അത് നമ്മൾ ചെയ്യാം. നിങ്ങൾ പൊതുവെ ഡൽഹി യൂണിവേഴ്സിറ്റി എടുത്ത് നോക്കിയാൽ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിലൊക്കെ അത്യാവശ്യം പ്ലേസ്മെന്റ് ഉണ്ട്. പ്ലേസ്മെന്റ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അന്തം പെടും. പല സ്ഥാപനങ്ങളും പല കോളേജുകളും 33 ലക്ഷം വരെയൊക്കെ സാലറി ഓഫർ ചെയ്ത ഘട്ടമുണ്ടായിട്ടുണ്ട്. നല്ല കമ്പനികളും ഡിഗ്രി തലത്തിൽ ഇക്കണോമിക്സും BBA-യും BCom-ഉം സ്റ്റാറ്റിസ്റ്റിക്സും മാത്സും കെമിസ്ട്രി ഒക്കെ പോലുള്ള സബ്ജക്റ്റുകളിൽ നിന്നൊക്കെ പ്ലേസ്മെന്റ് നടക്കുന്നുണ്ട്. അപ്പൊ ആ പ്ലേസ്മെന്റ് നോക്കി അത് ഏത് കോളേജുകളിൽ ഒരു പ്രിഫറൻസ് ഒക്കെ ഉണ്ടാക്കാം. നല്ല പ്ലേസ്മെന്റ് നടക്കുന്നുണ്ട്. എല്ലാത്തിലും വ്യാപകമായിട്ട് ഈ പ്ലേസ്മെന്റ് നടക്കുന്നുണ്ടെന്നോ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെല്ലാം പ്ലേസ്മെന്റ് ഉണ്ട് എന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല. ചില യൂണിവേഴ്സിറ്റികളിലുള്ള കോളേജ്, അപ്പൊ ഡൽഹി യൂണിവേഴ്സിറ്റികളിൽ മാത്രമേ അഫിലിയേറ്റഡ് കോളേജുള്ളൂ. ഈ അഫിലിയേറ്റഡ് കോളേജുകളിൽ എല്ലാ കോളേജിലും ഇല്ല, ചില കോളേജുകളിൽ അത്യാവശ്യം പ്ലേസ്മെന്റ് നടക്കുന്നത്. അതുകൊണ്ട് അത്തരം കോളേജുകൾ സെലക്ട് ചെയ്യുക. ഈ കാര്യങ്ങളൊന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി വരുന്നത് നമുക്ക് ടെസ്റ്റ് പേപ്പറുകളാണ്. ടെസ്റ്റ് പേപ്പറിന്റെ കാര്യത്തിൽ പൊതുവെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ആദ്യം ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. 5 പേപ്പറുകളാണ് മാക്സിമം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. അതിൽ ഒന്ന് നമുക്ക് ഡൊമൈൻ സബ്ജക്റ്റ് 3 എണ്ണം സെലക്ട് ചെയ്യാം. 3 അല്ലെങ്കിലും 3 അല്ലാതെ നമുക്ക് വേണമെങ്കിൽ 4 ആക്കാം, 5 ആക്കാം, മൊത്തം ഡൊമൈൻ സബ്ജക്റ്റ് മാത്രം ആക്കാം, ഡിപ്പെൻസ്. അത് നമ്മൾ എടുക്കുന്ന കോഴ്സും സ്ഥാപനത്തിനും അനുസരിച്ച് അവരുടെ സജസ്റ്റഡ് ടെസ്റ്റ് പേപ്പറുകൾക്ക് അനുസരിച്ചാണ് നമ്മളത് ചൂസ് ചെയ്യേണ്ടത്. നമ്മൾ 5 പേപ്പറുകൾ എന്ന് പറയുമ്പോൾ ജനറൽ ആയിട്ട് വരുന്ന ഒരു ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട 13ഓളം ലാംഗ്വേജുകളിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. ചില ടെസ്റ്റുകളിൽ 2 പേപ്പർ സെലക്ട് ചെയ്യാം സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ചില യൂണിവേഴ്സിറ്റികൾ, അപ്പൊ അതിലൊന്ന് കാര്യമായിട്ട് എല്ലാവർക്കും പറ്റുന്ന ഇംഗ്ലീഷാണ്. ഈ ടെസ്റ്റ് പേപ്പർ ഡൊമൈൻ സബ്ജക്റ്റുകൾ നമുക്ക് എഴുതുന്നതും ലാംഗ്വേജുകൾ വ്യത്യസ്ത ലാംഗ്വേജ് നമുക്ക് ഇഷ്ടമുള്ളതാക്കാം. ഇംഗ്ലീഷ് തന്നെ ആവണമെന്നില്ല, മലയാളത്തിലും ആവാം. ദെൻ 13 ലാംഗ്വേജ് പേപ്പറുകളിലൊന്ന്. ദെൻ അതുപോലെ തന്നെ പിന്നെ വരുന്നത് ഡൊമൈൻ സബ്ജക്റ്റുകളാണ്. ആ ഡൊമൈൻ സബ്ജക്റ്റുകളിൽ നിന്ന് സെലക്ട് ചെയ്യണം. പിന്നെ വരുന്നത് ജനറൽ ടെസ്റ്റ് ആണ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 60 മിനിറ്റുള്ള 50 ക്വസ്റ്റ്യനുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് എല്ലാത്തിലും വരിക. ദെൻ 5 മാർക്കാണ് ഉണ്ടാവുക, നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സബ്ജക്ട് സെലക്ട് ചെയ്യുമ്പോൾ അതിനൊരു യുക്തി ഉണ്ടാവണം. ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോ കോഴ്സിനും വ്യത്യസ്തമായിട്ടാണ് പലപ്പോഴും ഈ ടെസ്റ്റ് പേപ്പറുകൾ വന്നിരിക്കുന്നത്. അത് നിങ്ങൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. ഞാൻ അതിലേക്ക് വരാം, അതൊന്ന് നിങ്ങൾ നോക്കിക്കേ. ബിടെക് ബാബാ സാഹിബ് അംബേദ്കർ യൂണിവേഴ്സിറ്റി ലക്നോയിലാണ്. അവിടുത്തെ ടെസ്റ്റ് പേപ്പർ നോക്കിയാൽ നിങ്ങൾ ഇംഗ്ലീഷ് എന്തായാലും വേണം എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് പേപ്പർ ഉണ്ടാവും ലാംഗ്വേജുകളുടെ കൂട്ടത്തിൽ. അത് ജനറൽ ആയിട്ട് വരുന്ന ഒന്നാണ്. അതിൽ നിന്നൊന്ന് സെലക്ട് ചെയ്യാം. പിന്നെ ഡൊമൈൻ സബ്ജക്റ്റ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അപ്ലൈഡ് മാത്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമാറ്റിക്സ്, പ്രാക്ടീസ്. ഇതിൽ ഏതെങ്കിലും 3 കൊടുത്താൽ മതി. അപ്പൊ ഇതിൽ ഏതെങ്കിലും 3 എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ സയൻസും ദെൻ അപ്ലൈഡ് മാത്സും കെമിസ്ട്രി മാത്രം കൊടുക്കാം. ഇൻഫർമാറ്റിക്സ് പ്രാക്ടീസും കമ്പ്യൂട്ടർ സയൻസും അപ്ലൈഡ് മാത്സും മാത്രമായിട്ട് കൊടുക്കാം. ദെൻ അങ്ങനെ എടുത്ത് കൂടെ ഇംഗ്ലീഷും കൂടി ചേർത്ത് 4 സബ്ജക്റ്റുകൾ. ഇനി ബിടെക് MG മഹാത്മാഗാന്ധി സെൻട്രൽ യൂണിവേഴ്സിറ്റി നോക്കും നിങ്ങൾ. ബിടെക്കിന് ഫിസിക്സ്, മാത്സ്, അവിടെ ഇംഗ്ലീഷ് വരുന്നില്ല. ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി, അല്ലെങ്കിൽ ഫിസിക്സ്, മാത്സ്, ബയോളജി, അല്ലെങ്കിൽ ഫിസിക്സ്, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഫിസിക്സ്, മാത്സ്, ഇൻഫർമാറ്റിക്സ്, പ്രാക്ടീസ്. ഇവിടെ ഫിസിക്സ്, മാത്സും കമ്പൽസറി ആയിട്ട് വരും. ദെൻ ഈ 3 സബ്ജക്റ്റ് ഏതെങ്കിലും ഈ പറഞ്ഞ കോമ്പിനേഷനിൽ 3 സബ്ജക്ട് മതി. ഇവിടെ ഇംഗ്ലീഷോ ജനറൽ ടെസ്റ്റോ വരുന്നില്ല. ദെൻ വ്യത്യസ്തമാണ് അപ്പോൾ. ദെൻ ഇനി BPharm നോക്കി നിങ്ങൾ. ബാബാ സാഹിബ് അംബേദ്കർ യൂണിവേഴ്സിറ്റി ലക്നോ, ഇംഗ്ലീഷും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജിയിൽ ഏതെങ്കിലും 3 സബ്ജക്ട്. അപ്പൊ ടോട്ടൽ 4 പേപ്പറുകൾ, സബ്ജക്ട് പേപ്പറുകൾ ഉണ്ടാവും, ടെസ്റ്റ് പേപ്പറുകൾ ഉണ്ടാവും. ഇനി BPharm ആസാം യൂണിവേഴ്സിറ്റിയിലോ
ഒന്ന് ഇംഗ്ലീഷാണ്, മറ്റൊന്ന് 3 ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റുകൾ. അത് ഏതൊക്കെയാണ്? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓർ മാത്തമാറ്റിക്സ് ഏതെങ്കിലും 3 സെലക്ട് ചെയ്യാം. അതും പതിവ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, ആദ്യത്തെ യൂണിവേഴ്സിറ്റി പോലെ തന്നെയാണ്. അതേസമയത്ത് ഡോക്ടർ ഹരിസിംഗ് വിശ്വവിദ്യാലയ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി കമ്പൽസറിയും മാത്സ്, അപ്ലൈഡ് മാത്സ് ഇതിലേതെങ്കിലും ഒന്ന്. അപ്പൊ മാത്സിലോ അപ്ലൈഡ് മാത്സിലോ ഏതെങ്കിലും ഒന്ന് എടുക്കാം. ഇനി അപ്ലൈഡ് മാത്സും ഇല്ലാത്തടുത്ത് ബയോളജിക്കൽ സ്റ്റഡീസ്, ബയോടെക്നോളജി, ബയോകെമിസ്ട്രി, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇതിലേതെങ്കിലും കാറ്റഗറി. അപ്പം അപ്ലൈഡ് മാത്സ് അല്ലെങ്കിൽ മാത്സോ അപ്ലൈഡ് മാത്സോ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഓർ അപ്ലൈഡ് മാത്സ്, അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്കൽ സ്റ്റഡീസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോടെക്നോളജി, ഫിസിക്സ്, ബയോകെമിസ്ട്രി, ഇങ്ങനെ ഏതെങ്കിലും 3 സബ്ജക്റ്റുകളാണ് ഡൊമൈൻ എന്ന് വരുന്നതെങ്കിൽ ഇംഗ്ലീഷ് ഇല്ലാതെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് ഇവിടെ. അപ്പൊ 4 സബ്ജക്റ്റാണ്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവും, 3 ഡൊമൈൻ സബ്ജക്റ്റുകളും. വ്യത്യസ്തമാണ്, ആദ്യത്തെ ബിഫാം പോലെ അല്ല ഇത്. ഇനി അതേ സമയത്ത് വളരെ രസകരമാണ് നമ്മളുടെ ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു സബ്ജക്ട് കോമ്പിനേഷൻ. കെമിസ്ട്രിയോ ബയോളജി അല്ലെങ്കിൽ മാത്സിൽ ഏതെങ്കിലും ഒന്ന്. അപ്പൊ കെമിസ്ട്രി എന്തായാലും വേണം, കെമിസ്ട്രിയും ബയോളജി ആവാം, കെമിസ്ട്രി മാത്സും ആവും. 2 സബ്ജക്ട് മാത്രം മതി. ഇവിടെ ഇംഗ്ലീഷും ഇല്ല, ജനറൽ ടെസ്റ്റും ഇല്ല. അപ്പൊ നിങ്ങൾ മൊത്തത്തിൽ ഈ സയൻസുമായിട്ട് ബന്ധപ്പെട്ടത് സെലക്ട് ചെയ്യുമ്പോൾ ടെക്നോളജി, ബയോളജിക്കൽ സയൻസ് എങ്ങനെ കോഴ്സുകൾ, ഇപ്പൊ അഗ്രികൾച്ചർ ഉണ്ട് പല യൂണിവേഴ്സിറ്റികളിലും, അതുപോലെ തന്നെ ബിടെക് ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. ബിടെക് എടുക്കുമ്പോൾ ബിടെക് സത്യത്തിൽ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട കോളേജുകളോ അതല്ലെങ്കിൽ കുസാറ്റോ അല്ലെങ്കിൽ IIT, NIT, വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഒക്കെ പ്രിഫർ ചെയ്യുന്ന ആളുണ്ടെങ്കിൽ അത് മതി. ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് വഴി വരുന്നത് സെലക്ട് ചെയ്യണം എന്നില്ല. കാരണം നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഏതെങ്കിലും ഒന്ന് പോകും. അപ്പൊ പോണ്ടിച്ചേരി നല്ലതാണ്, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ബിടെക് വരുന്നുണ്ട്. അത് സെലക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ടെസ്റ്റ് CUT എഴുതാം. അപ്പൊ ഈ പറഞ്ഞ നമ്മളുടെ IIT, NIT, കുസാറ്റ് ഒക്കെ കിട്ടിയില്ലെങ്കിൽ, കേരളത്തിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് കിട്ടിയില്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി പോവാം എന്ന അർത്ഥത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഇനി സാധാരണ ഇങ്ങനത്തെ കോഴ്സുകൾ ബയോളജിക്കൽ സയൻസ് വെറും ഡിഗ്രികൾ മാത്രമല്ല മീൻസ് സെൻട്രൽ യൂണിവേഴ്സിറ്റി വരുന്നത്. ഉദാഹരണത്തിന് ഫൈൻ ആർട്സ് വരുന്നുണ്ട്, ദെൻ അപ്ലൈഡ് ആർട്സ് വരുന്നുണ്ട്, പെർഫോമിംഗ് ആർട്സ് വരുന്നുണ്ട്, തിയറ്റിക്കൽ ആർട്സ് വരുന്നുണ്ട്, ദെൻ അതുപോലെ തന്നെ ബാച്ചലർ ഓഫ് ഡിസൈനിങ് വരുന്നുണ്ട്, ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ BArc വരുന്നുണ്ട്. ദെൻ BArc പറയുന്നിടത്ത് പല കോളേജിലും നാറ്റ നിർബന്ധമായിട്ട്, സ്കോർ നിർബന്ധമായിട്ട് അവരുടെ ഈ പറഞ്ഞ CUT ടെസ്റ്റും വരുന്നുണ്ട്, 2 വേണം. ദെൻ അതുപോലെ തന്നെ അഗ്രികൾച്ചർ വരുന്നുണ്ട്. അഗ്രികൾച്ചർ സാധാരണ ICAR വഴിയുള്ള അലോട്ട്മെന്റിന് പുറമെ ഈ നമ്മളെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി അലോട്ട്മെന്റ് പ്രോസസ്സിലൂടെ അഗ്രികൾച്ചർ കൊടുക്കുന്നുണ്ട്. അഗ്രികൾച്ചർ ബനാറസിന്റെ ഉണ്ട്, അവര് CUT വഴിയാണ്, ICAR വഴിയല്ല അലോട്ട്മെന്റ് പ്രോസസ്സ് നടക്കുന്നതെന്ന് അർത്ഥം. ഇനി നമുക്ക് ICAR സെലക്ട് ചെയ്യാം. അഗ്രികൾച്ചറിന്റെ ICAR ഉണ്ട്. ICAR വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ, CUTയുടെ സ്കോർ ICARന്റെ സൈറ്റിൽ കയറ്റി കൺവേർട്ട് ചെയ്തതിനു ശേഷം ICAR നടത്തുന്ന അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുക്കണം. അവിടെ കോളേജ് പ്രിഫറൻസ് ഇഷ്ടം പോലെ ഉണ്ട്. 60-ലധികം കോളേജുകൾ അഗ്രികൾച്ചറിലും അതുപോലെ തന്നെ ഫിഷറീസിലൊക്കെ 40-ലധികം കോളേജുകളൊക്കെ ഉണ്ട്. അത് പിന്നീട് ICARന്റെ അലോട്ട്മെന്റ് പ്രോസസ്സ് നടക്കുമ്പോൾ ആ കോളേജ് പ്രിഫറൻസ് നമുക്ക് വേറെ തന്നെ പ്രിപ്പയർ ചെയ്ത് ഉണ്ടാക്കി സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ദെൻ ഇവിടെ അഗ്രികൾച്ചർ ICAR അല്ലാതെ വരുന്ന കോളേജുകളാണ് ഈ പറഞ്ഞത്. പാരാമെഡിക്കൽ കോഴ്സ്, ഇപ്പൊ ഉദാഹരണത്തിന് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ റേഡിയോ തെറാപ്പിയും മെഡിക്കൽ ഇമേജിങ്ങും വരുന്നുണ്ട്. അതല്ലാത്ത പാരാമെഡിക്കൽ കോഴ്സുകൾ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ബിഫാം ഒരുപാട് കോളേജുകളുണ്ട്. ഇതൊക്കെ സെലക്ട് ചെയ്യാം. മൊത്തത്തിൽ സയൻസ്, ദെൻ ഫാർമസി, പാരാമെഡിക്കൽ, ദെൻ അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ്, ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി, ഇങ്ങനത്തെ കുറെ കോഴ്സുകൾ സയൻസുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. ബയോളജിക്കൽ സയൻസ്, ലൈഫ് സയൻസ്, ദെൻ ബയോകെമിസ്ട്രി, ദെൻ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ മെഡിക്കൽ ബയോകെമിസ്ട്രി, മെഡിക്കൽ മൈക്രോബയോളജി ഉണ്ട്. ഇങ്ങനത്തെ കോഴ്സുകളുടെ ഒരു ലിസ്റ്റ് എടുത്ത് അതിൽ നിന്നൊരു പ്രിഫറൻസ് ഉണ്ടാക്കി എന്നിട്ട് ടെസ്റ്റ് പേപ്പർ കൊടുത്താൽ, അപ്പൊ ഇത്തരം സയൻസുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റ് പേപ്പർ കൊടുക്കുമ്പോൾ 2 രീതിയാവാം. ഒന്ന്, നമുക്ക് എന്തായാലും ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ജനറൽ ടെസ്റ്റ് വരുന്നുണ്ട് ഈ സയൻസുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾക്ക് ഇംഗ്ലീഷ് ഇല്ലാതെ, ചിലടത്ത് ഇംഗ്ലീഷ് ഉണ്ട്, ജനറൽ ടെസ്റ്റ് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ ഡൊമൈൻ സബ്ജക്ട് ഉണ്ട്. ഡൊമൈൻ സബ്ജക്ട് മാത്രമായിട്ട് വരുന്നതുണ്ട്. അപ്പൊ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും അഡ്മിഷൻ പ്രോസസ്സിൽ പങ്കെടുക്കാൻ നമുക്ക് നല്ല പരിപാടി എന്താ, ഒന്ന് ഇംഗ്ലീഷ് എടുക്കുക, മറ്റൊന്ന് ജനറൽ ടെസ്റ്റ് കൊടുക്കുക. ഇതിന്റെ ഇടയിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ടെക്നോളജിയാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ
ഇനി ഫിസിക്സ് കെമിസ്ട്രി പോലെ ഡിഗ്രി സബ്ജക്റ്റുകൾ പഠിക്കാം എന്ന അർത്ഥത്തിലാണെങ്കിലും ഫിസിക്സ് കെമിസ്ട്രി ഉള്ളതുകൊണ്ട് അത് എടുക്കാം. ഇനി മാത്സ് സ്റ്റാറ്റിസ്റ്റിക്സ് പോലുള്ളതോ കൊമേഴ്സ് ഓറിയന്റേഷനോ പോകാൻ വേണമെങ്കിൽ ഉപയോഗിക്കാം സയൻസുകാർക്ക് എന്ന നിലക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എടുക്കാം. മാത്സ് എഞ്ചിനീയറിംഗ് എന്തായാലും നോക്കുന്നില്ല, ഫിസിക്സ് കെമിസ്ട്രി പോലുള്ള സബ്ജക്റ്റുകൾ എടുക്കണം എന്നുണ്ട് എങ്കിൽ മാത്സ് ഒഴിവാക്കിയിട്ട് ബയോളജി എടുത്തു കഴിഞ്ഞാൽ ലൈഫ് സയൻസ് ഓറിയന്റേഷനും അതുപോലെ തന്നെ പാരാമെഡിക്കലും ദെൻ അഗ്രികൾച്ചർ ഫോറസ്ട്രി അങ്ങനെ എടുക്കുക. അപ്പൊ സബ്ജക്ട് കോമ്പിനേഷൻ അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാം. എന്ന് വെച്ചാൽ ജനറൽ ടെസ്റ്റും ഇംഗ്ലീഷും ഉൾപ്പെടുത്തുക, പ്ലസ് ഡൊമൈൻ സബ്ജക്റ്റുകൾ 3 സെലക്ട് ചെയ്യുക. ഇനി വേറൊരു പണി ചെയ്യാൻ പറ്റുന്നത് ഡൊമൈൻ സബ്ജക്റ്റുകളിലെ 4 എടുത്ത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി എടുത്ത എല്ലാ പോസിബിലിറ്റിയും സയൻസ് കണക്റ്റഡ് ആയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. പ്ലസ് അതോടൊപ്പം ജനറൽ ആയിട്ടുള്ള ഇക്കണോമിക്സ് അതുപോലെ തന്നെ സോഷ്യോളജി ഹിസ്റ്ററി അതുമായിട്ട് ബന്ധപ്പെട്ടതോ കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതായ സകല ഓപ്പണിങ്സ് നമുക്ക് കിട്ടും എന്നതുകൊണ്ട് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി പ്ലസ് ഇംഗ്ലീഷ് എടുക്കാം. ദെൻ ജനറൽ ടെസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ദെൻ ഇംഗ്ലീഷ് നിലനിർത്തിയിട്ട് ജനറൽ ടെസ്റ്റ് ഒഴിവാക്കും, ജനറൽ ടെസ്റ്റ് നിലനിർത്തിയിട്ട് ഇംഗ്ലീഷ് ഒഴിവാക്കുന്നതിലും കുഴപ്പമില്ല. പക്ഷേ അപ്പോൾ ജനറൽ ടെസ്റ്റും ഇംഗ്ലീഷും ചോദിക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളെ മനസ്സിലാക്കിയിട്ട് വേണം അത് ചെയ്യാൻ. ഇതാണ് സയൻസിന്റെ കാര്യത്തിൽ പൊതുവെ പറയുന്നത്. ഇനി നിങ്ങൾ നോക്കിയേ BA LLB അതിന്റെ ഒരു എലിജിബിലിറ്റി രസകരമാണ്. ബാബാ സാഹേബ് അംബേദ്കർ യൂണിവേഴ്സിറ്റി ലക്നോയിൽ ഇംഗ്ലീഷും ഡൊമൈൻ സബ്ജക്റ്റുകൾ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന കമ്പ്യൂട്ടർ സയൻസ്, ഇക്കണോമിക്സ്, ജിയോഗ്രഫി, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസിൽ ഇതിൽ ഏതെങ്കിലും 3 അപ്പൊ ടോട്ടൽ 4 ടെസ്റ്റ് പേപ്പറുകൾ വരും, ടെസ്റ്റ് സബ്ജക്റ്റുകൾ വരും. ഇംഗ്ലീഷും ഈ പറഞ്ഞ ഏതെങ്കിലും 3 ഡൊമൈൻ സബ്ജക്റ്റുകൾ. അതേസമയത്ത് ആസാം യൂണിവേഴ്സിറ്റിയിൽ വരുമ്പോൾ ഇംഗ്ലീഷ് ഉണ്ട്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഉണ്ട്, പ്ലസ് അതോടൊപ്പം 3 സ്പെസിഫിക് സബ്ജക്ട് പൊളിറ്റിക്കൽ സയൻസ്, ഇക്കണോമിക്സ്, ഹിസ്റ്ററി, സോഷ്യൽ ഇതിൽ ഏതെങ്കിലും 3 അപ്പൊ ടോട്ടൽ ഇവിടെ 5 വന്നു. LLBക്ക് ആദ്യത്തിൽ 4 ആണെങ്കിൽ ഇവിടെ 5 വന്നു. ഇനി ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലോ ലാംഗ്വേജ് ടെസ്റ്റ് ആണ് ചോദിക്കുന്നത്. അത് ഹിന്ദി ആവാം, ഇംഗ്ലീഷ് ആവാം, ജനറൽ ടെസ്റ്റ് മാത്രമേ ഡൊമൈൻ സബ്ജക്റ്റേ ഇല്ല. അപ്പൊ ഒരു കോഴ്സിന് തന്നെ 3 വ്യത്യസ്ത ടെസ്റ്റ് പേപ്പറുകളാണ് എന്ത് ചെയ്തിരിക്കുന്നത് വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾ കെമിസ്ട്രി ഒന്നെടുത്ത് നോക്ക്. ഇന്റഗ്രേറ്റഡ് കെമിസ്ട്രിയിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹരിയാനയിൽ കെമിസ്ട്രി മാത്രമാണ് ടെസ്റ്റ് പേപ്പർ വന്നിരിക്കുന്നത്. അതേ സമയത്ത് കെമിസ്ട്രി വന്നിരിക്കുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി കർണാടകയിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അല്ലെങ്കിൽ ബയോളജി. അപ്പൊ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയോ ഫിസിക്സ് കെമിസ്ട്രി മാത്സോ വേണം കെമിസ്ട്രി അവിടെ പഠിക്കാൻ. അങ്ങനെ ഓരോന്നും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഡിഫറെന്റ് ആയ എലിജിബിലിറ്റി നമുക്ക് കാണാൻ പറ്റും. ഇനി ഹിസ്റ്ററി എടുത്ത് നോക്കി. ഇക്കണോമിക്സിൽ ചില യൂണിവേഴ്സിറ്റികൾ ജനറൽ ടെസ്റ്റ് മാത്രം പറയുന്നു, ചില യൂണിവേഴ്സിറ്റി ജനറൽ ടെസ്റ്റ് ഇംഗ്ലീഷും. അധിക ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ജനറൽ ടെസ്റ്റും ഇംഗ്ലീഷും മാത്രമാണ്. അതേസമയത്ത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ കോമ്പിനേഷൻ നോക്കിയാൽ നിങ്ങൾ എനി ലാംഗ്വേജ് ഒരെണ്ണം എടുക്കുക, പ്ലസ് മാത്തമാറ്റിക്സും അപ്ലൈഡ് മാത്തമാറ്റിക്സിൽ ഏതെങ്കിലും ഒന്ന്, പ്ലസ് ഏതെങ്കിലും 2 ഡൊമൈൻ സബ്ജക്ട്. അത് ഹിസ്റ്ററി ആവാം, സൈക്കോളജി ആവാം, സോഷ്യോളജി ആവാം. പക്ഷേ ലാംഗ്വേജ് ഒരെണ്ണം എന്തായാലും വേണം, മാത്സ് ആൻഡ് അപ്ലൈഡ് മാത്സിൽ ഏതെങ്കിലും ഒന്ന് വേണം, പ്ലസ് 2 സബ്ജക്ട് ഡൊമൈൻ, ടോട്ടൽ 4 സബ്ജക്ട്. അതേ സമയത്ത് പലയിടത്തും ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും മതി ഇക്കണോമിക്സ് സെലക്ട് ചെയ്യാൻ. ഇനി ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കിയേ, ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിക്ക് ഒരു കോമ്പിനേഷൻ ലാംഗ്വേജ് പ്ലസ് ഏതെങ്കിലും 3 സബ്ജക്ട് ഡൊമൈൻ ടോട്ടൽ 4 പേപ്പറുകളാണ് ഉണ്ടാവുക. ദെൻ രണ്ടാമത്തെ കോമ്പിനേഷൻ എനി 2 ലാംഗ്വേജും 2 സബ്ജക്റ്റുമായിട്ട് 4 പേപ്പർ ആക്കാം. എന്ന് വെച്ചാൽ 4 പേപ്പർ ടോട്ടൽ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഈ ഡിഗ്രി ഹിസ്റ്ററി പഠിക്കണമെങ്കിൽ ടെസ്റ്റ് പേപ്പർ എഴുതണം. അതേസമയത്ത് ജാമിയ മില്ലിയയുടെ BA ഹിസ്റ്ററിക്ക് വെറും ഹിസ്റ്ററി ഡൊമൈൻ സബ്ജക്ട് മാത്രം ഉണ്ടായാൽ മതി എന്നുള്ളതാണ്. രസകരമാണ് ഇങ്ങനെ കോമ്പിനേഷൻ എടുക്കുമ്പോൾ. ഇനി നോക്കി നിങ്ങൾ ഇന്റഗ്രേറ്റഡ് MA ഹിസ്റ്ററി ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ജനറൽ ടെസ്റ്റും ഇംഗ്ലീഷും മാത്രം മതി. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായ കോമ്പിനേഷൻ നമുക്ക് കാണാൻ പറ്റും സബ്ജക്ട്. അതുകൊണ്ട് കോമൺ ആയിട്ട് ലാംഗ്വേജ് ഒന്ന്, ഡൊമൈൻ സബ്ജക്ട് ഒന്ന്. അപ്പൊ ലാംഗ്വേജ് കോമൺ ആയിട്ട് ലാംഗ്വേജ് ഡൊമൈൻ സബ്ജക്ട് 3 പ്ലസ് ജനറൽ ടെസ്റ്റ്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാൻ പറ്റും. ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസ്, കൊമേഴ്സ് ഒക്കെ വരുമ്പോൾ മാത്സോ അപ്ലൈഡ് മാത്സോ എടുക്കാൻ പറ്റുമെങ്കിൽ അത് എടുക്കാം, അല്ലെങ്കിൽ അക്കൗണ്ടൻസി എടുക്കാം. എന്നിട്ട് ലാംഗ്വേജ് ഒരു പേപ്പർ, ജനറൽ ടെസ്റ്റ് ഒരു പേപ്പർ കമ്പൽസറി ആയിട്ട് ഉൾക്കൊള്ളിക്കുക. പ്ലസ് 3 ഡൊമൈൻ സബ്ജക്റ്റുകളിൽ അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ അത്, ദെൻ മാത്സ് അപ്ലൈഡ് മാത്സ് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ അതിലേതെങ്കിലും ഒന്ന്, അല്ലെങ്കിൽ ബാക്കിയുള്ളത് ഇക്കണോമിക്സോ പൊളിറ്റിക്സോ ജിയോഗ്രഫിയോ ഹിസ്റ്ററി അങ്ങനത്തെ ഏതെങ്കിലും ഡൊമൈൻ സബ്ജക്ട് എടുക്കാം. അങ്ങനെ 5 ആക്കി കമ്പൈൻ ചെയ്ത് വെച്ചാൽ ഒരുപാട് പോസിബിലിറ്റീസ് അറ്റ് എ ടൈമിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നത് പ്രത്യേകം എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ദെൻ ഇനി ബികോം ഹോണേഴ്സ് വരുമ്പോൾ സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ജനറൽ ടെസ്റ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മാത്രമേ അവിടെ ബികോമിന് എലിജിബിലിറ്റി ആയിട്ട് പറയുന്നുള്ളൂ. അതേസമയത്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹിമാചൽ പ്രദേശിലോ കൊമേഴ്സ് അത് ഉദ്ദേശിച്ചത് ശരിക്ക് അക്കൗണ്ടൻസിയോ
അതന്നെ അല്ലെങ്കിൽ ബുക്ക് കീപ്പിംഗോ ആയിരിക്കണം. കാരണം അങ്ങനെ ഒരു കൊമേഴ്സ് ഒരു ഡൊമൈൻ സബ്ജക്ട് എന്തായാലും ഇല്ല. അത് നിങ്ങൾ ആ ഡോക്യുമെന്റ് പരിശോധിക്കുമ്പോൾ മിക്കവാറും കൺഫ്യൂസ്ഡ് ആവണ്ട എന്ന് വിചാരിച്ച് പറയുന്നതാണ്. ഇനി ഡൽഹി യൂണിവേഴ്സിറ്റി, അപ്പോൾ അവിടെ ഒരെണ്ണം മാത്രമേ വരുന്നുള്ളൂ, ജനറൽ സബ്ജക്ട് ടെസ്റ്റ് ആണ്. ഇനി സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ആകുമ്പോൾ ജനറൽ ടെസ്റ്റ് സബ്ജക്ട് ഇല്ല. ഇനി ഡൽഹി യൂണിവേഴ്സിറ്റി എടുത്ത് നോക്കുക നിങ്ങൾ, കോമ്പിനേഷൻ ഒരു ലാംഗ്വേജ് പിന്നെ മാത്സ് ആൻഡ് അപ്ലൈഡ് മാത്സിൽ ഏതെങ്കിലും ഒന്ന് പ്ലസ് 2 സബ്ജക്ട്സ്, ഡൊമൈൻ സബ്ജക്റ്റിൽ നിന്ന് 2 സെലക്ട് ചെയ്യുക, ടോട്ടൽ 4 എണ്ണം. ഇനി രണ്ടാമത്തെ ഒരു കോമ്പിനേഷൻ നോക്കിയാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ലാംഗ്വേജ്, അക്കൗണ്ടൻസി ആൻഡ് ബുക്ക് കീപ്പിംഗ്, അവിടെ മാത്സ് അപ്ലൈഡ് മാത്സ് ഇല്ല, പ്ലസ് 2 ഡൊമൈൻ സബ്ജക്റ്റുകൾ, ഇങ്ങനെ ചോദിക്കുന്നത്. ഇനി രസകരമായ മറ്റൊരു ഓപ്ഷൻ നോക്കിയാൽ നിങ്ങൾ ബികോം MG മഹാത്മാഗാന്ധി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അക്കൗണ്ടൻസിയോ മാത്തമാറ്റിക്സോ ടെസ്റ്റ് എഴുതിയാൽ മതി. അപ്പോൾ ഒരു പേപ്പർ എഴുതിയാൽ മതി എന്നർത്ഥം. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വളരെ രസകരവും വ്യത്യസ്തമായ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഓരോന്നും ലിസ്റ്റ് ഔട്ട് ചെയ്ത് കരിയർ ഗുരു വന്നു കഴിഞ്ഞാൽ നമ്മളത് കൃത്യമായിട്ട് ആ സബ്ജക്ട് സെലക്ട് ചെയ്യുന്നിടത്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചൊന്ന് കോണ്ടാക്ട് ചെയ്യാം. ഏതായാലും നേരത്തെ തന്നെ കരിയർ ഗുരുവിൽ കോണ്ടാക്ട് ചെയ്ത് ലിസ്റ്റ് ഓഫ് പ്രിഫറൻസ്, കോളേജുകളിൽ യൂണിവേഴ്സിറ്റികളിൽ ഒരു പ്രിഫറൻസ് ഒക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അലോട്ട്മെന്റ് പ്രോസസ്സ് നടക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ സബ്ജക്ട് കോമ്പിനേഷന്റെ കാര്യത്തിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഏതായാലും ശ്രദ്ധിച്ച് ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ പങ്കെടുത്ത് CUET എഴുതി നല്ല യൂണിവേഴ്സിറ്റിയിൽ നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബൈ ബൈ. ഇടയിൽ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതേ, ഈ ചില എലിജിബിലിറ്റിയിലും കോഴ്സ് എലിജിബിലിറ്റി യൂണിവേഴ്സിറ്റികളിലും പലതിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. പ്രകടമായ വ്യത്യാസം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് ഇക്കണോമിക്സിന്റെ കാര്യത്തിലാണ്. BA എക്കണോമിക്സ് ഡൽഹി യൂണിവേഴ്സിറ്റി ഓണേഴ്സിലേക്ക് എത്തുമ്പോഴത്തേക്കുണ്ടല്ലോ, അത് അവിടെ മാത്സ് ആൻഡ് അപ്ലൈഡ് മാത്സ് ഏതെങ്കിലും ഒന്നും ഉണ്ടാവണം, എന്നാലേ അവിടെ അപേക്ഷിക്കാനോ കോഴ്സ് കിട്ടാനോ പറ്റൂ. അതേസമയത്ത് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി നിങ്ങളൊന്ന് നോക്കി ഇതാകണ്ടില്ലേ, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ഏതെങ്കിലും ഒരു +2 കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ നിബന്ധന പറയുന്നുള്ളൂ. അത് കൃത്യമായിട്ട് ഇന്ന കോഴ്സ് ആവണം എന്ന് പറയുന്നില്ല. അപ്പൊ ഈ എലിജിബിലിറ്റി കൂടി ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഹോംവർക്ക് ചെയ്യാൻ. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.